ജനത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി കർമ്മസേനയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. ഏലിയാർ ജെ മർഫി മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്നും 2023 ജനുവരി കാലയളവിൽ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ 44 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. പാസിംഗ് ഔട്ട് പരേഡ് ആരംഭിക്കുകയാണ്. ആദ്യമായി പാസിംഗ് ഔട്ട് പരേഡിനായുള്ള കേഡറ്റുകളെ പരേഡ് ഗ്രൗണ്ടിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ്. ഈ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ കേഡറ്റ് കാതറിൻ മേരി ജോണാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. സെക്കൻഡ് ഇൻ കമാൻഡർ സേനാംഗങ്ങളെ ഗ്രൗണ്ടിലേക്ക് ആനയിക്കുന്നു. പരേഡ് ഇന്നിവിടെ നയിക്കുന്നത് പരേഡ് കമാൻഡർ കേഡറ്റായ ആസിഫ് ഫിറോസാണ്. പരേഡിന്റെ പരിപൂർണ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡർ പരേഡ് കമാൻഡറിന് കൈമാറുന്ന ചടങ്ങാണ് അടുത്തത്. പരേഡിന്റെ പരിപൂർണ ചുമതല ഏറ്റെടുത്ത പരേഡ് കമാൻഡറിന്റെ നേതൃത്വത്തിൽ വിശിഷ്ട അതിഥികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യമായി നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജോസഫിനെ പരേഡിനെ അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ PTA പ്രസിഡന്റ് ശ്രീ നവാസ് പള്ളിവീട്ടിലിനെ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയ സ്കൂൾ മാനേജർ ശ്രീ ജോസഫ് മൈക്കിൾ കള്ളിവയലിനെ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി വാർഡ് മെമ്പർ ശ്രീ KR രാജിയെ ക്ഷണിക്കുന്നു.
അടുത്തതായി ബ്ലോക്ക് മെമ്പർ ശ്രീ കിരൺ രാജനെ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിനെ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ലാറ്റിൻ പള്ളി വികാരി റവറൻ ഫാദർ സേവ്യർ മാമൂട്ടിലിനെ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വികസനോന്മുഖവുമായ ഒരു സമൂഹ സൃഷ്ടിക്കായി അച്ചടക്കം, ഉത്തരവാദിത്ത ബോധം, സാമൂഹിക പ്രതിബദ്ധത, സേവന സന്നദ്ധത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി കർമ്മസേനയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. ഏരിയ JJ മന്ത്രി മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്നും 2023-25 കാലയളവിൽ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ 44 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഗതാഗതം, വനം, എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സ്കൂൾ അധിഷ്ഠിത പദ്ധതിയാണ് കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ നിയമത്തോടുള്ള ബഹുമാനം, അച്ചടക്കം, പൗരബോധം, സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളോട് ദയാവായ്പ, സാമൂഹ്യ വിപത്തുകളെ ചെറുത്തുനിൽക്കാനുള്ള കഴിവ് എന്നീ ഗുണങ്ങൾ പാടി മുളപ്പിച്ച് അവരെ ഈ സമൂഹത്തിലെ ഭാവി നായകന്മാരാക്കി വളർത്തിയെടുക്കാൻ ആവശ്യമായ പരിശീലനം നൽകുന്നത്. യുവാക്കളിൽ നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും അതുവഴി അസഹിഷ്ണുത, ലഹരി ഉപയോഗം, അച്ചടക്കമില്ലായ്മ, അക്രമം മുതലായ നിഷേധാത്മക പ്രവണതകളെ പ്രതിരോധിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാനും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥികളിൽ തങ്ങളുടെ കുടുംബം, സമൂഹം, പരിസ്ഥിതി എന്നിവയോട് പ്രതിബദ്ധത വളർത്തുവാനും ഇത് സഹായകമാണ്. കേരളത്തിലെ 127 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി 2010 ഓഗസ്റ്റ് 2 ആരംഭിച്ച ഈ പദ്ധതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 1,11,076 വിദ്യാർത്ഥികളും സ്കൂൾ തല കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായി പരിശീലനം നേടിയ 254 അധ്യാപകരും അംഗങ്ങളായിട്ടുണ്ട്. 2012 കേരളത്തിലെ 249 ഹൈസ്കൂളുകളിലായി ഈ പദ്ധതി വ്യാപിപ്പിച്ചു. കേഡറ്റുകളുടെ എണ്ണം 16,000-ഉം കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരുടെ എണ്ണം 500-മായി വളർന്നു.
ഈ പ്രാവശ്യമെങ്കിലും 2 കോട്ട ടീച്ചേഴ്സ് കേട്ടോ, 2 കോട്ട. SPCയുടെ ലക്ഷ്യങ്ങൾ നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പൗരബോധം, ജനാധിപത്യ മര്യാദകൾ എന്നിവ പാലിക്കുന്ന നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനം ജീവിതചര്യയായി കരുതുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക. യുവാക്കളിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ആത്മനിയന്ത്രണം, അച്ചടക്കം എന്നിവ വളർത്തിയെടുക്കുവാനും അതുവഴി കഠിനാധ്വാനം ചെയ്യുവാനും വ്യക്തിപരമായ നേട്ടങ്ങൾ സ്വായത്തമാക്കാനും അവരെ പ്രാപ്തരാക്കുക. കുറ്റകൃത്യ പ്രതിരോധം, ക്രമസമാധാന പാലനം, റോഡ് സുരക്ഷാ പ്രചാരണം എന്നിവയ്ക്കും ആഭ്യന്തര സുരക്ഷ, ദുരന്ത നിവാരണം എന്നീ മേഖലകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കേരള പോലീസ് പ്രാപ്തരാക്കുക. അതുവഴി മതനിരപേക്ഷ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുവാനും മൗലിക അവകാശങ്ങളെ ബഹുമാനിക്കുവാനും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രകാരം തൻ്റെ കടമകൾ നിർവഹിക്കുവാനും അവർക്ക് പ്രചോദനമേകുക. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഇതാ ആ പുണ്യ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ആർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഈ പരേഡ് കാത്തിരുന്നത്, ആ വിശിഷ്ട അതിഥി ബഹുമാന്യനായ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുണ്ടക്കയം ശ്രീ രാജേഷ് കുമാർ MR ഈ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പരേഡ് വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടതാണ്. അടുത്തതായി പരേഡ് കമാൻഡർ VIP-യുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്ത് പരേഡ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. Ready for inspection, sir. ശാന്ത മനസ്കരായി എന്നാൽ ദൃഢചിത്തരായി ആത്മാഭിമാനം തുളുമ്പുന്ന കണ്ണുകളുമായി അച്ചടക്കത്തോടെ ഗജകേസരികളെ പോലെ അണിനിരന്നു നിൽക്കുന്ന SPCയുടെ കർമ്മധീരരായ ഭടന്മാരെ ഇൻസ്പെക്ട് ചെയ്ത് വിശിഷ്ടാതിഥി കടന്നുപോകുന്നു. ദേശീയ പതാകയും SPC പതാകയും പോലീസ് പതാകയും വഹിച്ചുകൊണ്ട് ഫ്ലാഗ് ബെയറേഴ്സ് ഗ്രൗണ്ടിലേക്ക് മാർച്ച് ചെയ്തു വരുന്ന ചടങ്ങാണ് അടുത്തതായി നടത്തപ്പെടുന്നത്.
ഗ്രൗണ്ടിലേക്ക് ആനയിക്കപ്പെട്ട ഭാരതത്തിന്റെ പവിത്രമായ ദേശീയ പതാകയ്ക്ക് പരേഡ് ആദരവ് സമർപ്പിക്കുന്നു. കേഡറ്റുകൾ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് സമർപ്പിക്കുമ്പോൾ ദേശീയ ഗാനം മുഴങ്ങുന്നതും ആ സമയം യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. മറ്റുള്ളവർ എഴുന്നേറ്റ് നിന്ന് उच्छल जल जिदरंगा तव शुभ नामी जागे तव शुभ आशीष मागे गागे तव जय गाधा जनगण मंगलदायक जय गे फारद भाग्य विधाता जय गे जय गे जय गे जय 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 हे 2 വർഷക്കാലമായി പരിശീലനത്തിലൂടെ നേടിയ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും ഞാൻ ഉത്തരവാദിത്വബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കും പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പതാകവാഹകർ മടക്കി അയക്കപ്പെടുന്നു. ഏവരെയും കോരിത്തരിപ്പിച്ചുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും കൃത്യനിഷ്ഠയും വിളിച്ചോതുന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റാണ് അടുത്തതായി നടക്കുന്നത്. മാസ്റ്റർ ആസിഫ് ഫിറോസ്, സെക്കൻഡ് ഇൻ കമാൻഡർ കാതറിൻ മേരി ജോൺ എന്നിവർ മുന്നിൽ നിന്ന് നയിക്കുന്ന മാർച്ച് പാസ്റ്റിൽ ആദ്യം എത്തുന്നത് കുമാരി പ്രിയങ്ക ജൂബി നയിക്കുന്ന പെൺകുട്ടികളുടെ പ്ലട്ടൂണും അതിനു പിന്നിലായി മാസ്റ്റർ ജയകൃഷ്ണൻ നയിക്കുന്ന ആൺകുട്ടികളുടെ പ്ലട്ടൂണും വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നതാണ്.
ഇതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച റിവ്യൂ ഓർഡർ മാർച്ച്. ചടുലമായ താളത്തോടൊപ്പം നിശ്ചയിച്ചുറപ്പിച്ച 15 സ്റ്റെപ്പ് മാർച്ച് ചെയ്ത് മുന്നിലേക്ക് വന്ന് ഹോൾഡ് ചെയ്യുന്നത് വർണ്ണശബളമായ കാഴ്ചയാണ്. റിവ്യൂ ഓർഡർ മാർച്ച്. അടുത്തതായി നമുക്ക് വിശിഷ്ടാതിഥിയുടെ നല്ല വാക്കുകൾക്കായി കാതോർക്കാം. ആദരണീയനായ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുണ്ടക്കയം ശ്രീ രാജേഷ് കുമാർ എം. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ എത്തിയിരിക്കുന്ന കോട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി കൃഷ്ണൻ, സ്കൂളിൻ്റെ മാനേജർ ജെയിംസ് മൈക്കിൾ കല്യായിൽ ഫാദർ, ഇവിടെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ മറ്റുള്ള പേരൻസ്, അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട SPC കേഡറ്റ്സ്, നിങ്ങളുടെ ഒരു വർഷത്തെ ശ്രമഫലമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിന്നിവിടെ കണ്ടത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പരേഡാണ് നിങ്ങളിവിടെ ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ SPC ട്രെയിനിങ് നമ്മളുടെ അധ്യാപകർ, അതോടൊപ്പം തന്നെ സ്റ്റേഷനിലുള്ള യൂസഫ്, വിദ്യ, നമ്മുടെ SPമാർ, ഇവരെല്ലാവരും തന്നെ ഞാൻ ആദ്യം തന്നെ ഇവർക്കുള്ള അഭിനന്ദനം അറിയിക്കാം. ഈ SPCയുടെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ വർഷവും എനിക്ക് ഇവിടെ തന്നെ വരാനൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് SPCയുടെ പ്രാധാന്യം എന്താണ്, എന്തിനാണ് SPC കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഇപ്പോഴത്തെ കാലത്ത് മാറുന്ന നമ്മളുടെ തലമുറയിൽ, അല്ലെങ്കിൽ കുറച്ച് ഒരു 10-20 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പുള്ള ഒരു വിദ്യാഭ്യാസ രീതിയും കലാലയങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെയല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ കലാലയങ്ങൾ, സ്കൂൾ, വിദ്യാലയങ്ങൾ നമ്മൾ നേരിടുന്നത്. ആ പ്രശ്നങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. കാരണം ഇന്ന് പ്രധാനമായിട്ടും ഉള്ള പ്രധാന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അത് വളരെ അതിൻ്റെ അകത്തുനിന്ന് മാറി നിൽക്കാനൊന്നും ആർക്കും സാധിക്കുന്ന ഒരു കാര്യമില്ല. നമ്മൾ അതിൻ്റെ അകത്താണ്. നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കണം, അതിൽ നിന്നുകൊണ്ട് എങ്ങനെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ചുള്ള സഹായങ്ങൾ പോലീസ് വിദ്യാലയങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പലും ഒക്കെ തന്നെ ഇവിടെ വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി സ്കൂളുമായിട്ട്, പോലീസ് സ്റ്റേഷനുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ എനിക്ക് തന്നെ അനുഭവമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവിടുത്തെ അധികൃതർ അന്നേരം തന്നെ സ്കൂളുമായി ബന്ധപ്പെടുകയും അതിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എന്ത് വേണമെന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള സഹകരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വന്ന് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എനിക്ക് റീസെൻ്റായിട്ട് ചില ഇഷ്യൂസ് കുട്ടികൾക്ക് തമ്മിലുണ്ടായപ്പോഴത്തേക്ക് ഇവിടുത്തെ അധ്യാപകർ അത് വളരെ വിജിലൻ്റായിട്ട് കൈകാര്യം ചെയ്ത് അത് കൂടുതലായിട്ട് മാറാതെ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൂട്ടായ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും എന്ന് ഇനി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനിയും SPC നമ്മുടെ കേഡറ്റ്സിനോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ പോലീസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് SPCയിൽ പ്രവർത്തിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു ആശയം, ബേസിക്കായിട്ടൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും ഒരേ യൂണിഫോമിൽ നിന്നുകൊണ്ട് പരേഡ് ചെയ്യുകയും
അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ആശയങ്ങൾ ഉണ്ട്. എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തലമുറയ്ക്ക് ആവശ്യമെന്നുള്ള ഒരു വിത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം. നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും, കാരണം മൈനറായിട്ടുള്ള കുട്ടികളുടെ ഇടയിലോട്ട് പോലീസിനും അധ്യാപകർക്കൊക്കെ വന്ന് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പരിമിതികളുണ്ട്. ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മാറ്റിക്കൊണ്ടുപോകാനുള്ള അവസരങ്ങളുള്ളതാണ്. ഒരിക്കൽ കൂടി ഈ യോഗത്തിൽ എന്നെ വിളിച്ചതും എനിക്ക് അവസരം തന്നതുമായിട്ടുള്ള സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഇത് വളരെ കൃത്യമായിട്ട് പരേഡ് ചെയ്ത SPC കേഡറ്റ്സിനും അതിലേക്ക് വിട്ട അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ നിമിഷത്തിൽ പരേഡ് കമാൻഡർ വിശിഷ്ട അതിഥിയോട് പരേഡ് അവസാനിപ്പിക്കുന്നതിനുള്ള അനുവാദം ചോദിക്കുന്നു. പരേഡിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സെക്കൻഡ് ഇൻ കമാൻഡർ ഏറ്റെടുത്ത് സേനാംഗങ്ങളെ തിരികെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിനെ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ ഹെഡിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് മർഫി സ്കൂളിന് ഏറെ അഭിമാനം തോന്നുന്ന ദിവസമാണ്. ANDR ഗ്രാമത്തിന് 44 ലീഡേഴ്സിനെ സംഭാവന നൽകാൻ കഴിഞ്ഞു. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ പാസിംഗ് ഔട്ട് 9ാമത്തെ പാസിംഗ് പരേഡായിരുന്നു. മൂല്യബോധവും നിശ്ചയദാർഢ്യവുമുള്ള ലക്ഷ്യബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് കൈകോർത്ത് നടത്തിയ സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വനം, പരിസ്ഥിതി, എക്സൈസ്, റോഡ് സേഫ്റ്റി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ പാസിംഗ് പരേഡിലൂടെ നമ്മൾ നല്ല ലീഡേഴ്സിനെ സമൂഹത്തിന് വേണ്ടി വാർത്തെടുത്തിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ഉള്ളിൽ മൂല്യബോധം എന്ന് നിലനിൽക്കുമെന്ന് ഒരു സംശയം വേണ്ട. അവർ ഈ സമൂഹത്തിന് എന്നും മുതൽക്കൂട്ടായിരിക്കും. ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച നമ്മുടെ മുണ്ടക്കയം പോലീസ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് സാറ് കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കൂളിൽ എത്തിയിരുന്നു. ഈ വർഷം വിവിധ സമയങ്ങളിലെല്ലാം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാറിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച രാജേഷ് സാറിന് മർഫി സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മാനേജർ ജോസഫ് മൈക്കിൾ കള്ളവേലിൽ സാറ് ഇന്ന് പറയുവാണ്, സാറ് മാനേജർ ആയിട്ട് ചാർജ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് പൂർണ്ണമായിട്ട് ഒരു പാസിംഗ് ഔട്ട് പരേഡ് കൂടാൻ സാധിച്ചതെന്ന് പറയുന്നു. അപ്പോൾ സാറും ഇന്ന് കൃത്യസമയത്ത് തന്നെ ഈ ഒരു പാസിംഗ് ഔട്ട് പരേഡിനെ എത്തിച്ചേർന്നു. സാറിനും ഈ ഒരു സ്റ്റുഡൻസിൻ്റെ പേരിലും പേരൻസിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിന് ഇന്നേറെ തിരക്കുള്ള ദിവസമാണ് എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഈ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിനും
നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ കിരൺ രാജൻ, വാർഡ് മെമ്പർ രാജി KR, രണ്ടുപേരും നമ്മളോട് എപ്പോഴും ഒന്നുചേർന്ന് നിൽക്കുന്നവരാണ്. രണ്ടുപേർക്കും ഏറെ സ്നേഹത്തോടെ മർഫി സ്കൂളിൻ്റെ നന്ദി അറിയിക്കുന്നു. PTA പ്രസിഡന്റ് നവാസ് പള്ളിവീട്ടിൽ, അതുപോലെ തന്നെ ലാറ്റിൻ ചർച്ച് വികാരി സേവിയർ മാമൂട്ടിൽ, നമ്മുടെ PRO മാത്യു അഗസ്റ്റിൻ, ഇവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.